ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 2023, 2022 ആ ഒരു ടൈമിൽ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? സിസ്റ്റിക് ആക്നെ. ഇത് 1-2 ആക്നെ അവിടെ ഇവിടെ അങ്ങനെയല്ല. ഫേസ് മൊത്തം ആക്നെയാണ്. മുഖം വാഷ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ. ആൾക്കാരൊക്കെ കണ്ടാൽ ചോദിക്കും എന്തെങ്കിലും പറ്റിയോ മുഖത്ത് എന്നുള്ളത്. എക്സാമ്പിൾ നമ്മൾ മുഖത്ത് ഫുള്ള് മുറിയൊക്കെ ആയിക്കാണ്ട് വേറൊരു കളറൊക്കെ ആവുമല്ലോ, അതേപോലെയാണ്. കുറേ ആക്നെ ഉണ്ടായി, എന്നിട്ട് പിന്നെ പഴയതൊക്കെ പൊട്ടി, എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഉണ്ടായി. അങ്ങനെ ഒരു വേസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം. ഈ ആക്നെ ഉണ്ടായവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇറ്റ്സ് നമ്മളെ സെൽഫ് കോൺഫിഡൻസും ബാക്കിയുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം തന്നെ പോകും. പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും, ഒരു പരിപാടിക്കും പോകാൻ തോന്നില്ല. കാരണം പോയാലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യുക, നമുക്ക് ശരിക്കും മനസ്സിലാവും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. ഓലെ കണ്ണുകൾ ഇങ്ങനെ 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 ഉണ്ടാവും. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓല് നമ്മളോട് കണ്ണിൽ നോക്കി അവരെ സംസാരിക്കും, ഓല് നമ്മളെ ആക്നേമ നോക്കിയായിരിക്കും. ഓല് മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. അത് അത്രയും ലെവലിലേക്ക് ഉണ്ടായവർക്ക് അതിൻ്റെ ആ ഒരു പെയിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ആക്നെ എന്ന് പറയുന്നത് നോർമലാണ്, ഈ പ്രായത്തിൽ വരുന്ന ഒരു നോർമൽ സംഭവമാണെന്നുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, വാട്ട് ഈസ് കോമൺ ഡസൻ ഹാവ് ടു ബി നോർമൽ. ആക്നെ എല്ലാവർക്കും ഉണ്ടെന്ന് കരുതി അത് നോർമൽ ആവില്ല. ഇറ്റ് ഈസ് നോട്ട് നോർമൽ. അത് നമ്മുടെ ഉള്ളിൽ എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഇപ്പോൾ ഞാൻ മുഖത്ത് എക്സാമ്പിൾ പറയാം. മുഖത്ത് മാത്രമല്ല ആക്നെ, പുറത്തും അതുപോലെ ഷോൾഡറിലൊക്കെ വരും. മുഖത്താണല്ലോ കോമൺ ആയിട്ട് വരിക. അവിടെയുള്ള ഹെയർ ഫോളിക്കിൾസിൽ എക്സസ് ആയിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടോ, അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസുകൾ അടിഞ്ഞു കണ്ടോ, ആ ഒരു ഹെയർ ഫോളിക്കിൾസിൻ്റെ ആ ഒരു ഓട്ട, ആ പോർസ് അടഞ്ഞു കണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ രീതിയിൽ വന്നിട്ട് എന്താ പറയുക, അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ നോർമൽ പിമ്പിൾസും അതേപോലെ സിസ്റ്റുകളൊക്കെ ഉണ്ടാവുന്നത്. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ മുഖത്ത് കുറേ ചെറിയ കുഴികളുണ്ട്, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അപ്പോൾ ആ കുഴികളുടെ എന്താണ് മോൾ ഭാഗം ഡെഡ് സ്കിൻ സെൽസുകൾ കാരണോ അല്ലെങ്കിൽ എക്സസീവ് സെബം പ്രൊഡ്യൂസ് ചെയ്ത് കാരണോ ആ ഒരു കുഴികൾ അടയുന്നു. അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു, എന്നിട്ട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു. ആ ഒരു രീതിയിലാണ് ആക്നെ പറയാൻ സുഖം. അങ്ങനെയാണ് പിമ്പിൾസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെയുള്ള സിസ്റ്റിക് ആക്നെകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആക്നെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പുവർ ഗട്ട് ഹെൽത്ത്, നമ്മുടെ ബോഡിയിൽ ഓവറായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ട്, നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, ടോക്സിൻ ബിൽഡപ്പ് നടക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സിഗ്നലാണ് ആക്നെ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ, ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ മോഡേൺ ഡയറ്റുകൾ, സീഡ് ഓയിലും കാര്യങ്ങളൊക്കെ, അതുപോലെ റിഫൈൻഡ് ഷുഗേഴ്സ് അങ്ങനത്തെ ഒക്കെ, പിന്നെ നമ്മുടെ ഉറക്കമില്ലായ്മ, ഈ ഫോണും ഡിജിറ്റൽ ഏജ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ സ്ലീപ്പ് ഇല്ലാതെക്കുന്നു. പൊതുവെ അതെന്തിലേക്ക് നയിക്കുന്നു? സ്ട്രെസ്സിലേക്ക് നയിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഡെഫിനറ്റ്ലി ലീഡ്സ് ടു ആക്നെ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ആക്നെ എന്ന് പറയുന്നത് ഒരു നോർമൽ സംഭവമല്ല. അത് നമ്മുടെ ശരീരം എന്തോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാവരും കോമൺ ആയിട്ട് ചെയ്തിരുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന മിസ്റ്റേക്ക് പറഞ്ഞുതരാം. മനുഷ്യന്മാർ എപ്പോഴും നോക്കുക ക്വിക്ക് ഫിക്സസ് ആണ്. ഞാൻ 2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ ഒരാളുടെ പല്ല് പൊന്തിയെന്ന് വിചാരിക്കുക, ഒരു നോർമൽ കുടുംബത്തിലുള്ള ഒരാളുടെ പല്ല് പൊന്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തോലും ചെയ്യുക, നേരെ ഡോക്ടറെ അടുത്ത് പോകുന്നു, 4 പല്ലുകൾ ഒഴിവാക്കുന്നു, ക്ലിപ്പിടുന്നു, ആ ഗ്യാപ്പിലേക്ക് ആ പല്ല് താത്തുന്നു, പല്ല് നേരെ ആവുന്നു അല്ലേ? ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ലൈക്ക് ദാറ്റ്. നമ്മളവിടെ കാരണത്തെ അല്ല ട്രീറ്റ് ചെയ്യണത്, നമ്മൾ ആ പ്രശ്നത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് എ പ്രോബ്ലം. പല്ല് പൊന്തുന്നത് എന്തുകൊണ്ടാണ്? മോസ്റ്റ് ഓഫ് ദ കേസ് ഈ മാലക്ലൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പല്ല് അലങ്കോലമായിക്കാണ്ട് പൊന്തിയാണ്ടൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നമ്മുടെ വായിലുള്ള സ്പേസ് കുറഞ്ഞതുകൊണ്ടാണ്. അതായത് ശരിക്ക് മനുഷ്യന്മാർ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത്? നോസ് കൂടെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത്. പക്ഷേ നോസ് കൂടെ ബ്രീത്ത് ചെയ്യുന്നതിന് പകരം, പല ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെയൊക്കെ നോസ് കൂടെ ബ്രീത്ത് ചെയ്യുന്നതിന് പകരം മൗത്തിലൂടെ ബ്രീത്ത് ചെയ്യുമ്പോൾ മൗത്തിലെ ജോ ബോൺസിന്, ജോ മസിൽസിനൊന്നും മര്യാദക്കുള്ള ആ കറക്റ്റ് ഫോമാറ്റിലുള്ള ആ വളർച്ച കിട്ടാതെ വായിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ ആ ഒരു എല്ലാ പല്ലിനും കൂടി അവിടെ ഉൾക്കൊള്ളിച്ചാൻ കഴിയൂല. അപ്പോൾ അത് എന്ത് ചെയ്യും, പുറത്തേക്കൊക്കെ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാണ്ടൊക്കെ നിൽക്കും. അതിന് ഒരു കാരണം പറഞ്ഞാൽ നമ്മളൊരു ഡയറ്റ് തന്നെയാണ്. പണ്ടത്തെ പോലെ നമ്മൾ കടിച്ച് കുറച്ച് വലിയ ഉറപ്പുള്ള സംഭവങ്ങളൊന്നും തിന്നണില്ലല്ലോ. സോ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ, എന്താണോ അവന് ഉപയോഗിക്കാത്തത് അത് ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ്. നമുക്ക് വലിയ സംഭവങ്ങളൊന്നും കടിച്ച് പറിച്ച് പൊട്ടിക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ വായൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഇവല്യൂഷൻ പരമായിട്ട് നമ്മൾ കുറഞ്ഞു വരും. കാരണം നമ്മൾ സോഫ്റ്റ് ഫുഡുകളിലേക്ക് മാറി മാറി ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ വായൻ്റെ സൈസും കുറഞ്ഞു വരും. പക്ഷേ ആ പല്ലിൽ മാറ്റം വരാത്തതുകൊണ്ട് തന്നെ അത്രയും പല്ലുകൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ കൊള്ളുന്നില്ല. അപ്പോൾ അത്
അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതിന് പല്ലുകൾ ഒഴിവാക്കിയിട്ട് അത് ആ ഗ്യാപ്പിലേക്കാണ് താത്താണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റും ഭയങ്കര ചൂടാണ് വിചാരിക്കുക, മരങ്ങളൊന്നുമില്ല. പക്ഷെ അത് മരങ്ങളില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മരങ്ങൾ വെക്കാൻ കുറേ ടൈം എടുക്കുമല്ലോ മരങ്ങൾ വെച്ച് വളരാനൊക്കെ. അപ്പോൾ നമ്മൾ AC വെക്കുന്നുണ്ടല്ലേ, അതും അതുപോലെ തന്നെ ആ ഒരു കോസിനെ ട്രീറ്റ് ചെയ്യല്ല, അത് ആ പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്യാണ്. ഇതേ സംഭവമാണ് ആക്നെക്കും സംഭവിക്കുന്നത്. നമ്മൾ ആക്നെ നല്ല ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കുടിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിനാണ് ട്രീറ്റ് ചെയ്യണത്. പക്ഷേ നമ്മൾ ആ അണ്ടർലൈൻ കോസിനെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ടും എന്നിട്ടും മാറിയിട്ടില്ല, എന്നിട്ട് സിവിയറിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമാണ് ഡോക്ടറെ കാണേണ്ടത്. മോക്കൂരുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ ട്രൈ ചെയ്യുന്ന സംഭവം എന്താ, കുറേ സ്കിൻ കെയറിന് ചെയ്യും. ഞാനും ചെയ്തൊരു മിസ്റ്റേക്കാണ്. കണ്ണ് കണ്ട എല്ലാം വാങ്ങും, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, അതുപോലെ മാസ്കുകൾ, അതുപോലെ പീൽ ഓഫ് മാസ്കുകൾ, ഇങ്ങനെ എല്ലാം അങ്ങോട്ട് വാങ്ങിക്കൂട്ടും. ഇതൊക്കെ ചെയ്താണ്ട് ക്ലെൻസേഴ്സ് ഉണ്ടാവും, അതല്ല ഫോമിങ് ഫേസ് വാഷ് ഉണ്ടാവും, സാലിസിലിക് ആസിഡ് ഉള്ളതുണ്ടാവും, ഹൈറോളിക് ആസിഡ് ഉള്ളതുണ്ടാവും, അങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് നമ്മൾ വാങ്ങും. അതുപോലെ അങ്ങനത്തെ മോയ്സ്ചറൈസർ, ഇങ്ങനത്തെ മോയ്സ്ചറൈസർ, സൺസ്ക്രീനും മോയ്സ്ചറൈസറും കൂടി കൂടിയത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ മോക്കൂരുണ്ടായി കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും വിചാരം അത് പുറത്തുള്ള പ്രശ്നമാണ്, അപ്പോൾ അത് പുറത്ത് നമ്മൾ കുറേ സാധനങ്ങൾ തേച്ച് കാണാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ ആക്ച്വലി നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഞാൻ പറയുന്ന എനിക്കും ഇപ്പോഴും ഉണ്ട് ആക്നെ. ഞാനിപ്പോഴും ഈ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പോഴും എൻ്റെ സ്ലീപ്പും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വരുന്നുള്ളൂ. ബട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു എക്സ്ട്രീം ആക്നെ സ്റ്റേജിൽ നിന്ന് ഞാനൊരു 1, 2, 3, 4 അങ്ങനെ ആക്നെയുള്ള സ്റ്റേജിലേക്ക് എത്തി. ഇനി യെസ്, ഐ ഹാവ് ടു ഗോ ഫ്രം ഹിയർ ടു ക്ലിയർ സ്കിൻ. അതിന് ഞാൻ എഫേർട്ട് ഇടേണ്ടി വരും. ആക്നെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത്. അതെന്തെങ്കിലും ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ടൈം കൊടുക്കണം. അത് എന്ത് ട്രൈ ചെയ്യണമെങ്കിലും ഞാൻ ഇതിന് കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞുതരാം, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയത്. എന്നിട്ടും മാറിയിട്ടില്ലെങ്കിലാണ് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത്. ഡോക്ടറെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളായിരിക്കും കിട്ടുക. ആ മരുന്നിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു ലാസ്റ്റ് ഓപ്ഷനാണ്. സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈനെസ്സും പെയിനുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ഹെവി മെഡിസിനുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. പ്രയോറിറ്റൈസ് ഗട്ട് ഹെൽത്ത്. അതായത് ഈ പ്രോസസ്ഡ് ഫുഡുകൾ, റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുന്ന കോള, പെപ്സി, ഐസ്ക്രീം അങ്ങനെ തുടങ്ങിയ ഐറ്റംസ്, അതുപോലെ നമ്മൾ പാക്കഡ് ഐറ്റംസ് ഫുഡുകൾ വാങ്ങുമല്ലോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഓരോ കെലോഗ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഐറ്റംസ്. അതുപോലെ സീഡ് ഓയിൽസിൽ ഫ്രൈ ചെയ്ത സാധനങ്ങൾ, സീഡ് ഓയിൽസ്, അതായത് സൺഫ്ലവർ ഓയിൽ, കനോല ഓയിൽ, സാഫ്ലവർ ഓയിൽ, സോയാബീൻ ഓയിൽ, ഇങ്ങനത്തെ സംഭവങ്ങളിൽ പൊരിച്ച ഐറ്റംസ്, ഇൻക്ലൂഡിങ് എണ്ണക്കടികൾ വൈകുന്നേരം നമ്മൾ കഴിക്കണം, അതൊക്കെ ഇതിലായിരിക്കും കൂടുതൽ പൊരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ്, പെട്ടെന്ന് ദഹിക്കുന്ന ബ്രെഡ്, അതുപോലെ ബിസ്ക്കറ്റ്സ്, ഇങ്ങനത്തെ ഫുഡുകൾ, പിന്നെ പാല്, ഡയറി, അതും ആക്നെ ട്രിഗർ ചെയ്യുന്ന സംഭവമാണ്. ഈവൻ ദോ അത് നല്ലൊരു ഫുഡാണെങ്കിൽ പോലും പലർക്കും അത് ആക്നെ ട്രിഗർ ചെയ്യലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈറ്റ് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡ്സ്. അതിലൊന്ന് ഫെർമെൻറ്റഡ് ഫുഡുകളൊന്ന് പ്രാധാന്യം കൊടുക്കുക. ഈ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, അതിൽ നമുക്ക് ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസ് ഉണ്ടാവും. പിന്നെ നമ്മൾ നോർമൽ ഫുഡുകൾ, എഗ്ഗ്, ബീഫ്, ചിക്കന്, ഫിഷ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് ഹണി, അതിൽ മധുരം ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കേസ് ഒന്ന് റെഗുലേറ്റ് ചെയ്തു. നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ കഴിക്കണില്ല കേട്ടോ. ഈ ഒരു സംഭവങ്ങളിൽ നിന്ന് നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ഈവൻ വൈറ്റ് റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, അത് ആക്നെ അതിന് പൊരിച്ചതോ സംഭവങ്ങളൊന്നും അല്ലല്ലോ. ബട്ട് സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഫുഡുകൾക്ക് പ്രാധാന്യം കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഫിക്സ് യുവർ സ്ലീപ്പ്. മോസ്റ്റ് ഓഫ് ദി കേസസ് ആൾക്കാരെ സ്ട്രെസ്സും സ്ലീപ്പും കോറിലേറ്റഡ് ആയിരിക്കും. അതായത് കുറച്ച് സമയം ഉറങ്ങുന്നുണ്ടാവുള്ളൂ, ലൈഫിൽ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് രണ്ടും ആക്നെ ട്രിഗർ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഈവൻ എൻ്റെ കേസിൽ പോലും എനിക്കും ഫുൾ ഉറക്കം ഞാൻ റെഡിയാക്കി വരുന്നുള്ളൂ. 7 to 9 hours ഉറങ്ങാൻ നോക്കുക, നല്ല ക്വാളിറ്റിയുള്ള സ്ലീപ്പ്. അപ്പോൾ ഫോണൊക്കെ മാറ്റി അങ്ങനെ ഞാൻ സ്ലീപ്പ് ഫിക്സ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണാം, സ്ലീപ്പ് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കുക. സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പൊതുവേ നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്സുകൾ കുറേ പോകും. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ക്ലീൻലിനെസ്. അതായത് നമ്മുടെ ബെഡ്ഷീറ്റുകളും അതേപോലെ പില്ലോ കവേഴ്സൊക്കെ ആഴ്ചയിൽ ഓരോ ദിവസമൊക്കെ മാറ്റുക, എന്നിട്ട് അത് വാഷ് ചെയ്യുക. അപ്പോൾ പുറത്തുനിന്നുള്ള ക്ലീൻലിനെസ് നമ്മൾ ശ്രദ്ധിച്ചു, അകത്തേക്ക് ചെല്ലുന്ന സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി നമ്മുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ,
അതായത് പഴയ സെൽസുകളൊക്കെ പോയി പുതിയ സെല്ലുകൾ ജനറേറ്റ് ആയി വരാൻ, സ്കിൻ സെൽസുകൾ ജനറേറ്റ് ആയി വരാൻ ഏകദേശം ഒരാളെ സംബന്ധിച്ച് 60 to 90 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അത്രയെങ്കിലും ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം നമ്മളെ ആക്നെക്ക്. നമ്മളിങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ട് ഈ ഒരു മാസം മാറ്റം വരുത്തി ഈ മാസം തന്നെ റിസൾട്ട് കാണണമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പറ്റുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു 3 മാസമെങ്കിലും നമ്മുടെ ശരീരത്തിന് കൊടുക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയതൊക്കെ പോയി എന്നിട്ട് പുതിയത് വരണം, പുതിയ സ്കിൻ സെൽസുകൾ വരണം, അപ്പോൾ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തു, ഈ മാറ്റങ്ങളൊക്കെ വരുത്തി, സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കി, ഫുഡുകളൊക്കെ ഒഴിവാക്കി, നല്ല ഫുഡുകളൊക്കെ കഴിച്ച് ഒക്കെ റെഡി ആക്കിയിട്ടും ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തിയിട്ടും മാറുന്നില്ലെങ്കിൽ യെസ് യു ക്യാൻ ഗോ ടു എ ഡോക്ടർ. ആൻഡ് ആ ഡോക്ടർ നല്ല ഡോക്ടറാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഒന്ന്, അവിടുത്തെ റിവ്യൂസ് നോക്കേണ്ടി വരും, അവിടെ പോയിട്ട് ആർക്കെങ്കിലും മാറിക്കണമെന്നുള്ളത്. 2, ഒരു തരുന്ന മരുന്നുകളിൽ ആക്നെക്ക് ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്ന മരുന്ന് വിറ്റാമിൻ എന്റെ കുടുംബത്തിൽപ്പെട്ട, ഒത്തുകൂടെ തേക്കാൻ നമുക്ക് ഓവർ ദ കൗണ്ടറിൽ കിട്ടുന്ന സാധനമുണ്ട്, റെറ്റിനോള് ചെറിയ പെർസെൻറ്റേജിൽ വരുന്നത്. അതുപോലെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ഉണ്ട്, ട്രെറ്റിനോയിൻ, അതേപോലെ ടെസാറോട്ടീൻ. അതല്ലാതെ ഇനി ടാബ്ലറ്റ് രീതിയിൽ എടുക്കുന്ന ഐസോട്രെറ്റിനോയിൻ അല്ലെങ്കിൽ അക്യൂട്ടൈൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അപ്പോൾ ഈ അക്യൂട്ടൈൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാനത് തീരെ റെക്കമെൻഡ് ചെയ്യാത്തത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഏറ്റവും അവസാനം ചെയ്യാനുള്ള വഴി അതാണ്. കാരണം ഞാനത് അനുഭവിച്ചാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഡ്രൈനസും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. ചിലപ്പോൾ ഡിപ്രഷനൊക്കെ ഉണ്ടാവും ഈ അക്കൂട്ടയും കുടിച്ച് കഴിഞ്ഞാൽ, അത്രയും പ്രശ്നമാണത്. ഈ വിറ്റാമിൻ എ നമുക്ക് ഏന്ന് കിട്ടും? ബീഫിൻ്റെ ലിവറിനും എഗ്ഗിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഡോസിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. നല്ല രീതിയിൽ നമ്മളെ ലൈഫ് ഫിക്സ് ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ 90% മാറും, പക്ഷെ മാറുന്നില്ല, അത്രയും സിവിയർ കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു സംഭവം ചെയ്യേണ്ടത്, ഈ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റെ ലൈഫ് സ്റ്റോറി കവർ ചെയ്തു, അതുപോലെ ഞാൻ എൻ്റെ മിസ്റ്റേക്സും കവർ ചെയ്തു, അതുപോലെ ഞാൻ അതിന് പഠിച്ചെടുത്ത എങ്ങനെ അത് മാറ്റാമെന്നുള്ള കാര്യങ്ങളും കവർ ചെയ്തു. I hope it is helpful for you guys. Thank you. See you in the next video.